നമസ്കാരം. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. അതേ വർഷം ജൂലൈ 1 ഹേമ കമ്മിറ്റി നിലവിൽ വന്നു. 6 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. 2 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. 4 വർഷത്തിന് ശേഷം 2024 ഓഗസ്റ്റിൽ റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉണ്ടായ കോലാഹലങ്ങൾ ചില്ലറയൊന്നുമല്ലായിരുന്നു. കേസുകളും ബഹളങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായിരുന്നു. നിലവിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ള സർക്കാർ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ചിട്ടുണ്ട്. കമ്മീഷൻ പുറത്തുവിടരുതെന്ന് പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിടാതിരുന്നത്. കേസ് ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. കോടതിയും കമ്മീഷനും ഇക്കാര്യങ്ങൾ പുറത്തുവിടാൻ പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സിനിമയിലെ സ്ത്രീപക്ഷത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടു. എല്ലാം സുതാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സിനിമാ നയം നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫെബ്രുവരിയോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കും. കോടതി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. എല്ലാം നിയമപരമായി മാത്രമേ നടപ്പാക്കുന്നുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പേജുകൾ പുറത്തുവിടുന്നതിനെ സർക്കാർ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും സർക്കാർ അനധികൃതമായി വെട്ടിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ഇന്ന് വരും. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ അബ്ദുൾ ഏറെ ഹക്കിമാണ് ഉത്തരവിടുന്നത്. സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്നും 11 പാരഗ്രാഫുകളും 4 പേജുകളും വെട്ടിയിരുന്നു. ഇതിനെതിരെ ലഭിച്ച വിവിധ അപ്പീലുകൾ പരിഗണിച്ച ശേഷമാണ് ഉത്തരവ് വരുന്നത്. സിനിമാ ലോകത്തെ അതിപ്രശസ്തരെക്കെതിരെ ലൈംഗിക ആരോപണമുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള ഭാഗങ്ങളാണ് അനധികൃതമായി വെട്ടിയത്. അപ്പീൽ അനുവദിച്ചാൽ സാംസ്കാരിക വകുപ്പ് വെട്ടിയ ഭാഗം പുറത്തുവിടേണ്ടി വരും.